അഊദു ബിറബ്ബിൻ നാസ് മലികിൻ നാസ് ഇലാഹിൻ നാസ് മിൻ ശർറിൽ വസ്വാസിൽ ഖന്നാസ് അല്ലദീ യുവസ്വിസു ഫീ സുദൂരിൻ നാസ് മിനൽ ജിന്നതി വൻ നാസ്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹിജ്റ പോകുന്നതിന് മുമ്പ് അവതരിക്കപ്പെട്ട സൂറത്താണ്. ഈ സൂറത്ത് അതിന്റെ അവതരണ പശ്ചാത്തലത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് അതിൽ പാരായണം ചെയ്യപ്പെടേണ്ട വളരെ അത്യാവശ്യമായ ചില കാര്യങ്ങൾ മാത്രമേ ശ്രദ്ധയിൽപ്പെടുത്താം. ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. അതിലുള്ള സാധനെ കുറിച്ച് പറയാനുണ്ട്, അതിലുള്ള വാവിനെ കുറിച്ച് പറയാനുണ്ട്, അങ്ങനെ അക്ഷരങ്ങളെ സംബന്ധിച്ചൊക്കെ പറയാനുണ്ട്. ഇപ്പൊ അതിനൊന്നും സമയമില്ല. ഇപ്പൊ വളരെ കുറഞ്ഞ കാര്യം മാത്രം ഈ സൂറത്തിലെ ഏറ്റവും ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുന്ന അക്ഷരം അത് ഏതാ? ആവർത്തിച്ച് വരുന്ന അക്ഷരം, ഹൈലൈറ്റ് ചെയ്യപ്പെടുന്ന അക്ഷരങ്ങളൊക്കെ അതിൽ ഒന്ന് രണ്ടെണ്ണം. അത് സീന്, അത് നമ്മൾ തൽക്കാലം ഒഴിവാക്കുക. പ്രധാനമായിട്ട് നോന്, ആ നോനിനെ കുറിച്ചാണ് നിങ്ങൾക്ക് അത് മാത്രം ഈ സമയത്ത് നടത്താം. അവിടെ നോന് ശ്രദ്ധയോടുകൂടെയാണ് ഉച്ചരിക്കേണ്ടത്. ശ്രദ്ധ മാത്രം പോരാ, നോന് ഉന്നത്ത് കൂടെ ശ്രദ്ധിക്കണം. ഖുൽ അഊദു ബിറബ്ബിൻ നാസ് എന്ന് പറഞ്ഞാൽ നോന് ശ്രദ്ധയില്ല. ബിറബ്ബിൻ നാസ് ശ്രദ്ധ ഉന്നത്തില്ല. അപ്പോ ശബ്ദം വേണം, ഉന്നത്ത് വേണം. ഉന്നത്ത് വേണമെങ്കിൽ ഇങ്ങനെ പറയണം, ഖുൽ അഊദു ബിറബ്ബിൻ നാസ് മലികിൻ നാസ്. മലികിൻ നാസ് എന്ന് പറഞ്ഞാൽ ശബ്ദായി, ശബ്ദ പോരാ, മലികിൻ നാസ്. അപ്പൊ എന്താണ് ഈ ഹുന്നത്ത് എന്ന് പറഞ്ഞാല്? ഹുന്നത്ത് എന്ന് പറഞ്ഞാല് സൗത്തുൻ ഖഫീഫുൻ യഖ്റുജു മിൻ ഖൈശൂം, തരിമൂക്കിൽ നിന്ന് വരുന്ന ഒരു ഖഫീഫായ സൗണ്ട്, അതിനാണ് ഹുന്നത്ത് എന്ന് പറയുന്നത്. അപ്പൊ മൂക്ക് പിടിച്ചിട്ട് ശബ്ദമുള്ള നൂറൊന്ന് ഉച്ചരിക്കാൻ കഴിയാരാ? ഒന്ന് ചിരിച്ചിരിക്കി മൂക്ക് പിടിച്ചിട്ട് എന്ന് പറഞ്ഞാല് നമ്മുടെ ചെവിയുടെ ഉള്ളിയുടെ കിളിവാറ പോലെ തോന്നും. നമ്മുടെ ചെവിയിൽ വീണ്ടോ പുറത്തു വരുന്ന പോലെ തോന്നും. അതാണ് ഹുന്നത്ത്. മൂക്ക് പിടിച്ചിട്ട് ഒരിക്കലും നമുക്ക് ശബ്ദമുള്ള നൂനിനെ നല്ല ശബ്ദത്തോടുകൂടെ പറയാം. സാധാരണ ചെറിയ ശബ്ദക്കാണ് പറയാൻ കഴിയും. നല്ല ശബ്ദം, അപ്പൊ ഉന്നത്ത് വരണം. ഉന്നത്ത് വരണമെങ്കിൽ നൂന് ശബ്ദം ഉണ്ടായാൽ മാത്രം പോരാ, അവിടെ നല്ലോണം ശബ്ദം കൊടുക്കുമ്പോഴാണ് ഉന്നത്ത്, നൂന്റെ ഉന്നത്ത് വരിക. അപ്പൊ ഖുൽ അഊദു ബിറബ്ബിൻ നാസ് എന്ന് പറഞ്ഞാൽ പോരാ, ബിറബ്ബിൻ നാസ്. അപ്പൊ നൂന് എന്നുള്ളത് അത് ഹുറൂഫുൽ ഹുന്നത്താണ്. അതുപോലെ തന്നെ ശദ്ദുൽ മീമും അങ്ങനെ തന്നെ ഹുറൂഫുൽ ഹുന്നത്താണ്. അവിടെ അമ്മാമൻ അങ്ങനെ അമ്മാമൻ എന്ന് പറഞ്ഞാൽ പോരാ. മീമിന്റെ മഖ്റജ് രണ്ട് ചുണ്ടുകളാണ്, അതിന്റെ പുറമെ ഈ തരിമൂക്കുമാണ്. ഈ തരിമൂക്ക് മൂക്ക് പൊത്തിരാക്കി നീങ്ങുമ്പോൾ പറയാൻ കഴിയില്ല. ചുണ്ട് തമ്മിൽ തൊടാതെ, മേൽ ചുണ്ടും താഴെ ചുണ്ടും തമ്മിൽ തൊടാതെയും മീം പറയും. നിങ്ങളൊന്ന് അങ്ങനെ പറയുന്ന മേൽ ചുണ്ടും താഴെ ചുണ്ടും തൊടാതെ മീമെന്ന് പറയാൻ കഴിയില്ല. അപ്പോൾ മീമിന്റെ മഖ്റജ് ഖൈശൂമുണ്ട്. അതുപോലെ തന്നെ നൂനിന്റെ മഖ്റജ് നാവിന്റെ തല, അതായത് നമ്മൾ അച്ചാറൊക്കെ കൊടുക്കുന്ന ഭാഗമല്ലോ. അച്ചാറുള്ള ഇവിടെ
ഇങ്ങനത്തെ അറ്റത്ത അങ്ങ് അപ്പുറല്ല, നടുവിലൊന്നല്ല, അച്ചാർ തൊട്ടുള്ള സ്ഥലല്ലേ ആ സ്ഥലം മേലെ പല്ലിന്റെ മേലെ മുൻപല്ലിന്റെ ഊനിന്റെ തൊട്ട് താഴെ ഊനിന്റെ തുമ്പത്തിന്റെ തൊട്ട് താഴെയായിട്ടാണ് നോനിന്റെ മഖ്റജ്. ആ നോന് ഉന്നത്തോട് വരുമ്പോ ആ നോന് ഹൈഷൂമിൽ എന്ന സൗണ്ട് കൂടി വരണം. അപ്പോഴാണ് ഉന്നത്ത് കിട്ടുക. അപ്പോൾ ശബ്ദുള്ള നോനും ശബ്ദുള്ള മീമും ഇത് രണ്ട് ഹർഫുകളും ഹുറൂഫുൽ ഗുന്ന എന്നറിയപ്പെടുക. ഈ കാര്യങ്ങൾ മാത്രമാണ് ഇന്ന് ഈ ആയത്തിൽ പറയുന്നത്. ബാക്കിയുള്ള ദലീലൊക്കെ നമ്മുടെ സർവീസ്മ വരെ വരുമ്പോഴേക്ക് തന്നെ തജ്വീദ് നിയമങ്ങളൊക്കെ കുറെ നിങ്ങൾ മനസ്സിലാക്കും ഇൻഷാ അല്ലാഹ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ ഇൻഷാ അല്ലാഹ്. അപ്പോൾ ശബ്ദുള്ള മീമും ശബ്ദുള്ള നൂനും അത് നല്ലോണം ശബ്ദത്തോടുകൂടി ഉന്നത്തോടുകൂടി ഉച്ചരിക്കണം. ശബ്ദുള്ള മീമും ശബ്ദുള്ള നൂനും ഗുണത്തോടുകൂടി ഉച്ചരിക്കണം. വഗുന്ന മീമൻ സുമ്മ നൂനൻ ശുദ്ദിദാ വസമ്മി കുല്ലൻ ഹർഫ ഗുന്നത്തിൻ ബദാ. ശബ്ദത്തോടുകൂടെ ഉന്ന ചെയ്തോ മീമിനെ, ശബ്ദത്തോടുകൂടെ ഉന്ന ചെയ്തോ നൂനിനെ, ശബ്ദത്തോടുകൂടെ ഉന്ന ചെയ്തോ മീമിനെ, ശബ്ദത്തോടുകൂടെ ഉന്ന ചെയ്തോ നൂനിനെ. ഇവക്കുള്ള പേര് ഹുറൂഫു ഗുന്ന എന്നതാ. ഇത് എപ്പോഴും നീ ഓർത്തു വക്കൽ നല്ലതാ. ഈ ബൈത്ത് ഓർത്തു വെക്കൽ നല്ലതാ. വളരെ സിമ്പിൾ ആയിട്ടുള്ള ബൈത്താണ്. ശബ്ദുള്ള വിശുദ്ധ ഖുർആനിലെ ഉന്നത്തോട് ഉച്ചരിക്കേണ്ട ഹർഫുകൾ രണ്ടെണ്ണം. ഒന്ന് ശബ്ദുള്ള നൂനും ശബ്ദുള്ള മീമും. ഈ ഹർഫുകൾക്ക് ഹുറൂഫുൽ ഗുന്ന എന്നാണ് പറയാ. അതാണ് പറഞ്ഞത് ശബ്ദത്തോടുകൂടെ ഉന്ന ചെയ്തോ നൂനിനെ, ശബ്ദത്തോടുകൂടെ ഉന്ന ചെയ്തോ മീമിനെ. ഇവക്കുള്ള പേര് ഹുറൂഫുൽ ഗുന്ന എന്നതാ. ഇത് എപ്പോഴും നീ ഓർത്തു വെക്കൽ നല്ലതാ. അപ്പോൾ ഓതും ഖുൽ അഊദു ബിറബ്ബിൻ നാസ് മലിക്കിൻ നാസ് ഇലാഹിൻ നാസ് മിൻ ശർരിൽ വസ്വാസിൽ ഖന്നാസ് അല്ലദീ യുവസ്വിസു ഫീ സുദൂരിൻ നാസ് മിനൽ ജിന്നതി വൻ നാസ്. ഇനി ഈ ആയത്ത് അവതരിക്കാനുള്ള പശ്ചാത്തലം ബഹുമാനപ്പെട്ട ഫഖ്റുദ്ദീൻ റാസി റളിയല്ലാഹു അൻഹു തഫ്സീറിൽ പറയുമ്പോൾ കാണാം. അവിടുന്ന് പറയാണ് ഈ ആയത്ത് ഇറങ്ങാനുള്ള കാരണം ഒരു ദിവസം സയ്യിദുനാ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം എന്ന നബിയോട് പറഞ്ഞു, നബിയെ തങ്ങൾക്കെതിരെ പിശാചുക്കൾ രംഗത്ത് വരുന്നുണ്ട്. ജിന്നുകൾ കൊടുക്കപ്പെട്ട പിശാചുക്കൾ. അതുകൊണ്ട് തങ്ങൾ ഈ ആയത്ത് ഓതു എന്ന് പറഞ്ഞ തങ്ങൾക്ക് സൂറത്തുൽ ഫലഖും സൂറത്തുൽ നാസും ഓതി കൊടുത്തു. ബഹുമാനപ്പെട്ടവർ പറയാം, ഇദാ അവൈത ഇലാ ഫിറാശിക് ഖുൽ അഊദു ബിറബ്ബിസ് സൂറത്തൈൻ. തങ്ങൾ വിരിപ്പിലേക്ക് പ്രവേശിക്കുകയാണെങ്കിൽ ഈ രണ്ട് സൂറത്ത് ഓതിയിട്ട് അവിടുത്തെ ശരീരത്തിൽ തടവണം. അഭിഭാഗത്ത് അങ്ങനെ തടവിയിട്ടുണ്ട്, അങ്ങനെ തടവണം നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അതെന്തിനു വേണ്ടിയാണ്? ഉറക്കത്തിൽ പിശാച് നമ്മളെ ശല്യപ്പെടുത്തും. പിശാചുക്കൾ പല ദുസ്വപ്നങ്ങളും ദുർബോധനങ്ങളും നമ്മുടെ ശരീരത്തിൽ നമ്മുടെ മനസ്സിലെ കൊണ്ടുവരും. ചില ആൾക്കാർക്ക് ഉറക്കത്ത് എഴുന്നേറ്റ് നടക്കുകയും ഉറക്കത്ത് പലതും വിളിച്ചു പറയുകയും ഉറക്കത്ത് മൂത്രമൊഴിച്ചു പോകുന്ന അവസ്ഥ വരെ ഉണ്ടായിത്തീരും. അതൊക്കെ പിശാച് ഓരോന്നോരോന്ന് കാണിച്ചു തന്ന് നമ്മെ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കും. അത്തരം കാര്യങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ ഈ സൂറത്ത് ഓതണമെന്ന് ഹബീബായ സയ്യിദുനാ റസൂലുള്ളാഹി തങ്ങൾ. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കാണ് ഈ സൂറത്ത് തിരിക്കേണ്ടത്, നമുക്കുള്ളതാണ്. ഹബീബായ നബി തങ്ങളോടാണ് ആദ്യം വന്ദിക്കുന്നത്. പക്ഷേ അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് നമ്മളാണ് പിന്നീട്. കാരണം റസൂലുള്ളാഹി തങ്ങൾ അല്ലാഹു നിങ്ങൾക്ക് സംരക്ഷിച്ചിട്ടുണ്ട്. അല്ലാഹു യഅസിമുക മിനൻ നാസ് ഖുർആൻ പറഞ്ഞു. അല്ലാഹു തആല നബിയെ എല്ലാ പിശാചുക്കളിൽ നിന്ന് അല്ലാഹു ഹബീബായ തങ്ങളെ സംരക്ഷിച്ചിട്ടുണ്ട്.
തങ്ങളെ ശല്യപ്പെടുത്താൻ അല്ലാഹു തആല ആർക്കും അധികാരം കൊടുത്തിട്ടില്ല. അല്ലാഹു അവിടത്തേക്ക് ഇസ്മത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നീട് നമുക്ക് ഇസ്മത്ത് ലഭിക്കണമെങ്കിൽ ഇത്തരം ഖുർആനിന്റെ ആയത്തുകൾ ഉപയോഗപ്പെടുത്തണം. അത് നമുക്ക് മനസ്സിലാകണമെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ചില അനുഭവങ്ങളൊക്കെ അല്ലാഹു കൊടുക്കണമല്ലോ. അതുകൊണ്ടാണ് ഇത്തരം ചില അനുഭവങ്ങൾ അല്ലാഹു തആല കൊടുക്കുന്നത്. രണ്ടാമത്തെ കാരണം റസൂലുള്ളാഹി തങ്ങൾക്ക് ഒരു മന്ത്രിക്കാനുള്ള ആയത്തായിട്ടാണ്, കണ്ണേറിൽ നിന്നുള്ള മന്ത്രിക്കാനുള്ള ആയത്തായിട്ടാണ് ഹബീബായ തങ്ങൾക്ക് ഇത് അവതരിക്കപ്പെടുന്നത്. വഅൻ സയ്യിദുൽ മുസയ്യിബ് അന്ന ഖുറൈശൻ ഖാലു തആലൂ നതജവ്വഉ ഫനതഅയ്യന മുഹമ്മദൻ, നമുക്ക് മുഹമ്മദിനെ കണ്ണേറുകൊണ്ട് തളർത്തിക്കളയാം എന്ന് ഖുറൈശികൾ വിചാരിക്കുകയും അങ്ങനെ അതിനെ പറ്റി ആളുകളെ സംഘടിപ്പിക്കുകയും നബി തങ്ങളുടെ സമീപത്ത് വന്നിട്ട് അവിടുത്തെ ശരീരത്തിനെയും അവിടുത്തെ അംഗലാവണ്യത്തിനെയും ഒക്കെ വളരെ മാറ്റപ്പെടുത്തിക്കൊണ്ട് കണ്ണേർ പറ്റുന്ന രൂപത്തിലുള്ള സംസാരങ്ങൾ സംസാരിക്കുകയും ചെയ്തപ്പോ അള്ളാഹു യാത്ര കൊടുക്കുകയും നബിയെ തങ്ങൾ പേടിക്കേണ്ട, തങ്ങൾ ഓതിയാ മതി എന്ന് പറഞ്ഞ് അവിടത്തേക്ക് സമാധാനം നൽകുകയും ചെയ്തപ്പോ നമുക്കാണത് തങ്ങളല്ലാഹു സംരക്ഷിക്കും. പക്ഷേ അത് നമുക്ക് മനസ്സിലാകാൻ വേണ്ടിയാണ് അള്ളാഹു തആല ആയത്ത്. അതുകൊണ്ട് കണ്ണേറുകൾ ഉണ്ടെങ്കിൽ ഈ ആയത്ത് ഓതിയിട്ട് മന്ദിക്കുന്നത് വളരെ നല്ലതാണ് എന്ന് സാധാരണമായി ഓർമ്മപ്പെടുത്തുക. മൂന്നാമത്തെ കാര്യം, അതുകൊണ്ട് ഇവന്മാർ പറഞ്ഞു ലബീദുൽ അസ്ം എന്ന് പറഞ്ഞ യഹൂദി ഹബീബായ നബി തങ്ങൾക്ക് സിഹ്ർ ചെയ്തു എന്ന് ബഹുമാനപ്പെട്ട ജിബ്രീൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന നബിയോട് പറയുകയാണ്. തങ്ങൾക്ക് ഒരു 3 ദിവസത്തെ രാത്രിയിൽ കഠിനമായ ചില അസ്വസ്ഥതകൾ പോലെ മഹാനവർക്ക് തോന്നി. അപ്പോൾ ജിബ്രീൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വന്തത്തെ അറിയിച്ചു കൊടുത്തു, നബിയെ തങ്ങൾക്കെതിരെ ലബീദ് ബിൻ അസ്ം സിഹ്ർ ചെയ്തിട്ടുണ്ട്. അത് വെർവാൻ എന്ന് പറയുന്ന ഒരു കണക്കിൽ കൊണ്ടുപോയിട്ടാണ് സിഹ്ർ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തങ്ങൾ പേടിക്കേണ്ടതില്ല, അതെടുത്തു കൊണ്ടുവരണമെന്ന് പറഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ സ്ഥലം അറിയിച്ചു കൊടുക്കുകയും അലി റളിയല്ലാഹു തആല അൻഹുവിനെ വിളിച്ച് തങ്ങൾ ആ സ്ഥലം പോയി കണ്ടുപിടിച്ച ആ സാധനം ആ കെട്ടിനെടുത്ത് കൊണ്ടുവന്ന് അപ്പോൾ ആ ഒരു പലകന്റെ മുകളിൽ ഒരാണി അടിച്ചിട്ട് അതിന്റെ മുകളിൽ 11 കെട്ട് കെട്ടിയിട്ടാണ് ലബീദുൽ അസ്ം സിഹ്ർ ചെയ്തിട്ടുള്ളത്. സിഹ്ർ പല രൂപത്തിലുണ്ട്. അതിൽപ്പെട്ടൊരു സിഹ്റാണ് ഈ രൂപത്തിൽ മനുഷ്യന്റെ ശരീരത്തിൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന സിഹ്ർ. ഈ സിഹ്ർ ചെയ്തപ്പോൾ ഇസ്രായേൽ പറഞ്ഞു, എന്താണ്, ഞാൻ ഓരോ ആയത്തോളം സമയത്ത് നിങ്ങൾ ഓരോ കെട്ടുകൾ കഴിക്കണം. അങ്ങനെ ജിബ്രീൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സൂറത്തുൽ ഫലഖ് മുതൽ സൂറത്തുൽ നാസ് വരെ ലാസ്റ്റ് വരെയുള്ള 11 ആയത്തുകൾ ഓതുമ്പോൾ 11 കെട്ടുകളും ഹബീബായ നബി തങ്ങൾ കഴിച്ച ഓരോ ആയത്തിലും ആ കെട്ടുകൾ കഴിഞ്ഞതോടുകൂടെ അവിടത്തേക്ക് സന്തോഷവും സമാധാനവും കിട്ടിയെന്ന് ബഹുമാനപ്പെട്ട പണ്ഡിതന്മാരുടെ അവരുടെ വെക്കുന്നു. അപ്പോൾ ഇതാണ് ആ ആയത്തിറങ്ങാനുള്ള കാരണം. അതുകൊണ്ട് ഇത് നമുക്കുള്ളതാണ്. നമുക്ക് സിഹ്ർ, അതുപോലെ കണ്ണേറ്, അതുപോലെ തന്നെ മറ്റുള്ള പിശാചിന്റെ ദുർബോധനങ്ങൾ ഇതെല്ലാം വരാൻ സാധ്യതയുള്ളവരാണ്. അതുകൊണ്ട് അത് നാം ഉപയോഗപ്പെടുത്തുകയും പരമാവധി ഇത്തരം ആയത്തുകൾ കൊണ്ട് അല്ലാഹുവോട് കാവൽ ചോദിക്കുകയും ചെയ്യണം. അതാണ് ഈ ആയത്തിന്റെ അവതരണ പശ്ചാത്തലം. ഈ ആയത്തിന്റെ അർത്ഥം അത് വളരെ ആയത്തിൽ സംസാരിക്കേണ്ട വിഷയം. വളരെ കുറഞ്ഞ രൂപത്തിൽ ഞാൻ ആ വിഷയം ഒന്ന് നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്താം. അല്ലാഹു തആല പറയുന്നു, നബിയെ തങ്ങൾ പറയുക, അഊദു ബിറബ്ബിൻ നാസ്, അഊദു ഞാൻ കാവൽ തേടുന്നു, ബിറബ്ബിൻ നാസ്, ബിറബ്ബിൻ നാസ് ജനങ്ങളുടെ രക്ഷിതാവിനെ കൊണ്ട് ഞാൻ കാവൽ തേടുന്നു. റബ്ബ് എന്ന് പറഞ്ഞാൽ റബ്ബ് അർബാബ് എന്നൊക്കെ പറഞ്ഞാൽ അതിന്റെ അർത്ഥം നിയന്ത്രിക്കുന്നവൻ, കാര്യങ്ങളിൽ കൺട്രോൾ ചെയ്യുന്ന ആള് എന്നൊക്കെയാണ്. അപ്പോൾ പിന്നെ റബ്ബായതുകൊണ്ട് ഉടമസ്ഥനായിക്കോണമെന്നില്ല. അതിന്റെ വിശദീകരണം അല്ലാഹു പറയാണ്, റബ്ബ് എന്ന് പറഞ്ഞാൽ മലിക്കിന്നാസ് ജനങ്ങളുടെ മാലിക്കായ ഉടമസ്ഥനായ അധികാരിയായ അല്ലാഹു. ഒരു സംഗതി നിയന്ത്രിക്കുന്നു എന്ന് കരുതിയിട്ട് അതിന് ഉടമസ്ഥനായിക്കോണമെന്നില്ല. ഒരു കാറ് നിയന്ത്രിച്ചാൽ ആ കാറിന്റെ ഉടമസ്ഥനാവില്ലല്ലോ, ആയിക്കോണമെന്നില്ലല്ലോ. അപ്പോൾ പിന്നെ ആ കാറിന്റെ ഉടമസ്ഥനുമാണ് എന്ന് പറയുന്നത് പോലെ അല്ലാഹു തആല ജനങ്ങളുടെ റബ്ബാണ്, നിയന്ത്രിക്കുന്നവനാണ് എന്ന് മാത്രമല്ല ആ ജനങ്ങളെ മുഴുവനും സൃഷ്ടിച്ച് പരിപാലിച്ച് അവരുടെ ഉടമസ്ഥനാണവൻ എന്ന് പറഞ്ഞാൽ ഇലാഹിന്നാസ് ആ ജനങ്ങൾ എല്ലാ അർത്ഥത്തിലും വഴിപ്പെടേണ്ടവരും ആരാധിക്കേണ്ടവരും
ആയ അല്ലാഹു ആ റബ്ബിനോട് ഞാൻ ശരണം തേടുന്നു, ആ റബ്ബിലേക്ക് ഞാൻ ശരണം പ്രാപിക്കുന്നു എന്നാണ് ഖുൽ അഊദു ബിറബ്ബിൻ നാസ് മലിക്കിൻ നാസ് ഇലാഹിൻ നാസ് എന്ന് പറയാനുള്ള അർത്ഥം. എന്തിൽ നിന്നാണ് കാവൽ തേടുന്നത്? മിൻ ശർരിൽ വസ്വാസിൽ ഖന്നാസ്, മിൻ ശർരിൽ വസ്വാസിൽ ഖന്നാസ്. ദുർബോധനങ്ങൾ ഉണ്ടാക്കി അത് പിൻവാങ്ങിക്കളയുന്ന പിശാചിന്റെ ശർറിൽ നിന്നും ഞാൻ കാവൽ തേടുകയാണ്. മിൻ ശർരിൽ വസ്വാസി, വസ്വാസിന്റെ ശർറിൽ നിന്ന്. വസ്വാസ് എന്ന് പറഞ്ഞാൽ ദുർബോധനങ്ങൾ, മനസ്സിലിങ്ങനെ പലതിനെ കുറിച്ചും ദുഷിച്ച ചിന്തകൾ ഉണ്ടാക്കി കൊടുക്കുക, ആവശ്യമില്ലാത്ത ചിന്തകളിലേക്ക് മനുഷ്യനെ വലിച്ചുകൊണ്ടുപോകുക. ഇതാണ് വസ്വാസ്. ഇത്തരം വസ്വാസ് അത് പിശാചിന്റെ ഡ്യൂട്ടിയാണ്. അപ്പോൾ പിന്നെ വസ്വാസ് എന്നുള്ളത് അവന്റെ ഡ്യൂട്ടി ആയതുകൊണ്ട് ആ ഡ്യൂട്ടിക്ക് തന്നെ അവന്റെ പേര് വെച്ചാണ് വസ്വാസ്. അവിടെ ഉദ്ദേശിക്കുന്നത് പിശാചിനാണ്. പിശാചിന്റെ സത്യത്തിൽ പിശാചിന്റെ ഡ്യൂട്ടിയാണ് വസ്വാസ്. പിന്നെ പിശാചിന്റെ വസ്വാസിന്റെ എന്ന് പറഞ്ഞാൽ ഉദ്ദേശം പിശാചിന്റെ സെറിൽ നിന്നാണ്. ആ പിശാചിന്റെ സെറിൽ എങ്ങനത്തെ പിശാച് ദുർബോധനങ്ങൾ നടത്തുന്ന പിശാചാണ് അൽ ഖന്നാസ്. ദുർബോധനങ്ങൾ നടത്തി ഖന്നാസ് പിന്നോട്ടേക്ക് അതിനെ ഓടിക്കളയുന്ന, പിന്നോട്ടേക്ക് അടിച്ചു കളയുന്ന പിശാച്. ദുർബോധനം നടത്തി മാറിക്കളയുന്ന, ഒഴിഞ്ഞു മാറുന്ന പിശാച്. എപ്പോഴാ ദുർബോധനം നടത്തുക? ഒരു മനുഷ്യൻ അല്ലാഹുവിനെ കുറിച്ച് ചിന്തിക്കാതെ ഇബാദത്ത് ചെയ്യാതെ അവൻ സുകൂത്തായി സാക്കിനായി നിൽക്കുന്ന സമയത്ത് മനുഷ്യന്റെ ഹൃദയത്തിൽ ദുർബോധം നടത്തും. അല്ലാഹു ഓർത്താൽ പിന്നോട്ടേക്ക് മാറുകയും ചെയ്യും. ബഹുമാനപ്പെട്ട സയ്യിദ് മുസയ്യിദ് തങ്ങൾ പറയുകയാണ്, ഇദാ ദക്കറൽ ഇൻസാനു റബ്ബഹു, ഒരു മനുഷ്യൻ റബ്ബിനെ കുറിച്ച് ഓർത്താൽ ഖനസ ശൈത്താനു വല്ല, ശൈത്താൻ പിന്നോട്ടേക്ക് മാറും. വഇദാ ഗഫല, അവൻ റബ്ബിനെ തൊട്ട് അവൻ അശ്രദ്ധനായാൽ വസ്വസ ഇലൈഹി, അവനിലേക്ക് ശൈത്താൻ ദുർബോധനങ്ങൾ നടത്തും. അപ്പോൾ പിശാച് ദുർബോധനം നടത്തിയപ്പോഴാണ് നമ്മൾ ദിക്റുകളും അതുപോലെ തന്നെ അല്ലാഹുവിനെ കുറിച്ചുള്ള ചിന്തകളിൽ നിന്നൊക്കെ വിട്ടുനിൽക്കുന്ന സമയത്താണ്. അതേ സമയത്ത് അല്ലാഹുവിനെ കുറിച്ച് ഓർത്തു കഴിഞ്ഞാൽ അവൻ പിന്നോട്ടേക്ക് ഒഴിഞ്ഞു മാറും എന്ന് മഹാന്മാർ രേഖപ്പെടുത്തി വെക്കുന്നു. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ കാര്യം നമ്മൾ ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് പിശാചിന്റെ ശർറില്ലാതിരിക്കണമെങ്കിൽ അല്ലാഹുവിനെ കുറിച്ച് നാം ചിന്തിക്കണം. ഇന്ന ശൈത്താന ജാസിമുൻ അലാ ഖൽബി ഇബ്നി ആദം. ഒരു മനുഷ്യൻ, മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഒരു മനുഷ്യൻ, ഇതിനെ പുസ്തകങ്ങൾ പറയുകയാണ്, ഒരു മനുഷ്യന്റെ ഹൃദയത്തിന്റെ മേൽ ശൈത്താൻ പതുങ്ങിയെന്ന്. വൈദാ സഹാ വഗഫല വവസ്വസ, അവൻ അശ്രദ്ധനായാൽ അല്ലാഹുവിനെ വിക്രം തൊട്ടവൻ പിന്നോട്ടേക്ക് പോയാൽ അവൻ അശ്രദ്ധാവസ്ഥയിൽ പിശാച് വസ്വാസം ഉണ്ടാക്കും. ഫഇദാ ദക്കറല്ലാഹ ഖനസ, അല്ലാഹുവിനെ ഓർത്തു കഴിഞ്ഞാൽ ശൈത്താൻ പിന്നോട്ടേക്ക് മാറിക്കളയും. ഇതാണ് പിശാച്. അതാണ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? പതിയിരുന്ന് മനസ്സ് അശ്രദ്ധമാകുന്നത് നോക്കി നിന്ന് അശ്രദ്ധമാകുന്ന സമയത്ത് മനസ്സിലേക്ക് ദുർബോധനങ്ങൾ നടത്താൻ കാര്യം അല്ലാഹുവിനെ കുറിച്ച് ഓർക്കുമ്പോഴേക്ക് പിന്നോട്ടേക്ക് മാറിക്കളയുന്ന പിശാച്. ആ പിശാചിന് ഖുർആനിന്റെ ആയത്തുകളും ഹദീസുകളും കേൾക്കുമ്പോൾ വല്ലാത്ത അസ്വസ്ഥതയാണ്. അതുകൊണ്ട് പിന്നോട്ടേക്ക് പോകും. അതുകൊണ്ട് നമ്മുടെ ദിക്റുകളും നമ്മുടെ ഫിക്റുകളൊക്കെ അല്ലാഹുവിന്റെ ചിന്തയിലും അവന്റെ ഇഷ്ടത്തിലും പൊരുത്തത്തിലായി ചെലവഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. അതുകൊണ്ട് അതാണ് ഖുർആൻ പറഞ്ഞത്, മിൻ ശർരിൽ വസ്വാസിൽ ഖന്നാസ്. ഇനി ഖുർആൻ പറയുക അല്ലദീ യുവസ്വിസു, അവൻ എങ്ങനത്തവനാണ്? അല്ലദീ യുവസ്വിസു, അവൻ വസ്വാസുണ്ടാക്കും ഫീ സുദൂരിൻ നാസ്, ജനങ്ങളുടെ ഹൃദയത്തിൽ പല രൂപത്തിലാണ് പിശാചിന്റെ വസ്വാസ്. പിശാച് ചില ആളുകളിലേക്ക് അവരോട് യോജിച്ച രൂപത്തിലാണ് പിശാച് കയറി വരിക. നല്ല ആളുകളിലേക്ക് നല്ല ആളുകൾ പ്രേരിപ്പിക്കാൻ പറ്റിയ രൂപത്തിലാണ് കയറി വരിക. അപ്പൊ നല്ല ആളുകളിലേക്ക് പിശാച് കയറി വരിക, ചിലപ്പോ അവരെ കൊണ്ട് ധാരാളം ദിക്റുകളും സ്വലാത്തുകളൊക്കെ ചൊല്ലിപ്പിച്ച് അവസാനം രാത്രി ഉറങ്ങാതെ പാട്ടൊക്കെ ചെയ്യിപ്പിക്കും. ചിലപ്പോ ഇങ്ങനെ സംഭവിക്കും. ചില ആളുകളിലേക്ക് പിശാച് കയറി വരിക, ഇതിന്റെ ഒന്നും ആവശ്യം ഉണ്ടാവില്ല.
അവന് എന്റെ ഡ്യൂട്ടിയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും കാരണം കൊണ്ടോ നിസ്കാരം കളായിക്കോളൂ, പിശാചിനെ അറിയാം. ചില ആൾക്കാര് പിശാച് ദുർബോധനങ്ങൾ ഉണ്ടാക്കുക ആ രൂപത്തിലാണ്. ചില ആൾക്കാർ പിശാച് ദുർബോധനം ഉണ്ടാക്കുക അവർക്ക് പ്രത്യക്ഷത്തിൽ നല്ലതാണെന്ന് തോന്നും, പക്ഷെ അതിന്റെ ഉള്ളില് വല്ലാതെ ചതി പതിയിരിക്കും. ആ രൂപത്തിൽ പിശാച് ദുർബോധനം ഉണ്ടാക്കും. സയ്യിദുന ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളുടെ അടുക്കലേക്ക് പിശാച് വന്നത് ഒരു രസമുള്ള സംഗതിയാണ്, രസാവഹമായ ഒരു കാര്യമായിരുന്നു. പിശാച് ഒരു ദിവസം ഉമർ ഖത്താബ് തങ്ങൾ തഹജ്ജുദ് നമസ്കരിച്ച് ക്ഷീണിച്ച് കുറച്ച് സമയം അങ്ങനെ ഒരു ഉറക്കിലായിട്ട് നിൽക്കുന്ന സമയത്താണ് ബാങ്ക് കൊടുക്കുന്നത്. മാനവറുകള് ഉമർ ഖത്താബ് തങ്ങൾ ബാങ്ക് കൊടുക്കുന്നത് ആ സമയത്ത് മണ്ഡപത്തിൽ ഇങ്ങനെ ക്ഷീണം കൊണ്ട് നിൽക്കുന്ന സമയത്താണ് പിശാച് തട്ടി വിളിക്കുന്നത്. അതെയോ ഉമർ നിസ്കരിക്കാൻ സമയമായിട്ടുണ്ട്. അപ്പൊ ഉമർ ഖത്താബ് തങ്ങൾ എഴുന്നേറ്റ് പരിസരത്ത് നിസ്കരിക്കാൻ വിളിക്കുന്നത് പിശാചാണല്ലോ. പിശാചിനെ അല്ലാഹു കാണിച്ചു കൊടുത്തു ഉമർ ഖത്താബ് തങ്ങൾക്ക്. മഹാന്മാർക്ക് ആ രൂപത്തിലൊക്കെ കാണാനോ കഴിയും. അപ്പൊ ആ രൂപത്തില് മഹാനവർക്ക് പിശാചിനോട് ചോദിച്ചു, അല്ല ചങ്ങായി ഇത്ര നിസ്കാരത്തിന് മുടക്കമാണല്ലേ, പിന്നെന്തിനാ എന്നെ ഈ സമയത്ത് വിളിച്ചോണ്ട് ചോദിച്ചപ്പോ ഈ പിശാച് പറഞ്ഞു, അതെ ഞാൻ വിളിച്ചോണ്ടില്ല എങ്കിൽ നിങ്ങൾ 5 മിനിറ്റ് നേരം പെയ്യാല് അല്ലെങ്കിൽ നിങ്ങൾ അല്പം നേരം പെയ്യാല് പിന്നെ നിങ്ങൾക്കാകെ കരച്ചിലും തിരിച്ചിലുമായിട്ട് പിന്നെ എന്തെങ്കിലുമൊക്കെ വ്യക്തികൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊന്നും കൊടുക്കാൻ കാരണമാവും. അതുകൊണ്ട് നല്ലതുണ്ടെങ്കിൽ ആൾ തന്നെ കടന്നോട്ടെ, അതിന്റെ പേരിൽ കരച്ചിലൊന്നും വേണ്ട എന്ന് ചിന്തിച്ചിട്ടാണ് ഞാൻ വിളിച്ചോട്ടിയത് എന്ന് പിശാച് പറഞ്ഞു എന്ന ചരിത്രത്തിൽ കാണാം. അപ്പോ ആ രൂപത്തിൽ ഓരോരുത്തരിലേക്ക് യോജിച്ച രൂപത്തിലാണ് പിശാച് കയറി വരിക. അവൻ അല്ലദീ യുവസ്വിസു ഫീ സുദൂരിന്നാസ്, ജനങ്ങളുടെ ഹൃദയത്തിൽ വസ്വാസ് ഉണ്ടാക്കുന്നവനാണ്. ആ വസ്വാസ് ഉണ്ടാക്കുന്ന ആ പിശാച് ആരിലെന്നറിയോ? മിനൽ ജിന്നത്തി വന്നാസ്, മിനൽ ജിന്നത്തി വന്നാസ്. ആ പിശാചുക്കൾ ആശൈത്താന്മാര് ജിന്നുവർഗത്തിൽപ്പെട്ടുള്ളവരും വന്നാസി മനുഷ്യവർഗത്തിലും പെട്ടിട്ടുള്ളതായ ജനങ്ങളുടെ ഹൃദയത്തിൽ വസ്വാസ് ഉണ്ടാക്കുന്ന ദുർബോധനങ്ങൾ നടത്തി പിന്നോട്ടേക്ക് മാറിക്കളയുന്ന പിശാചുക്കളുടെ ശരീരത്തിൽ നിന്ന് വാലികായ ഇലാഹായ എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്ന റബ്ബിനോട് ഞാൻ കാവൽ ചോദിക്കുന്നു എന്ന് പറയൂ നബിയേ, എന്ന് പറയൂ നബിയേ. അപ്പോൾ പിശാചിൽ നിന്നുള്ള കാവൽ ചോദിക്കലാണ് ഹബീബായ നബി തങ്ങൾ നമുക്ക് ഈ ആയത്തിലൂടെ പഠിപ്പിച്ചിരുന്നത്. അപ്പൊ ഈ പിശാചുക്കൾ ആരിൽ നിന്നാണ്? മിനൽ ജിന്നത്തി വന്നാസ്. ശൈത്താൻ എന്ന് പറഞ്ഞാൽ അതൊരു ആമായ പ്രയോഗം. ശൈത്താൻ അതൊരു ആമായ പ്രയോഗം. കാരണം ശൈത്താൻ ഹക്കിനെ തൊട്ട് വിദൂരമാകുകയാണ്, ശരിയായ മാർഗത്തിനെയും തൊട്ട് വിദൂരത്തേക്ക് മാറുന്നതിനാണ് തശൈത്താന എന്ന് പറയാം. ശൈത്താൻ. അപ്പൊ ശൈത്താൻ എന്ന് സാധാരണ അറബികള് മനുഷ്യനെ കുറിച്ചും ജിന്നിനെ കുറിച്ചും മൃഗത്തിനെ കുറിച്ചൊക്കെ പറയാം. മൃഗം മോട്ട് കാണിച്ച് ഓടിക്കാട്ടിനാൽ ശൈത്താൻ എന്ന് പറയും, കാരണം അതിന്റെ ശരിയായ രൂപത്തിലേക്ക് കിട്ടിയില്ലെങ്കിൽ. അപ്പൊ ശൈത്താൻ എന്ന് പറഞ്ഞാല് ശരിയായ റൂട്ടിൽ നിന്ന് മാറുന്ന ആള്. അത് വ്യാപകമായ പ്രയോഗം. ഇബ്ലീസ് എന്നുള്ളത് അത് ശൈത്താനിൽപ്പെട്ട ജിന്നവർഗത്തിലെ ശൈത്താനിൽപ്പെട്ട ഒരു ശൈത്താനിന്റെ പേരാണ്. അത് അലമാണ്, അതൊരു പേരാണ്. ഇബ്ലീസ്. ഇബ്ലീസ് ആണ് നിരാശനായവൻ എന്നർത്ഥം. നിരാശനായവൻ, ദുഃഖിതനായവൻ എന്നാണ് അർത്ഥം. അതേസമയത്ത് ശൈത്താൻ എന്ന് പറഞ്ഞാൽ അത് വ്യാപകമായ പ്രയോഗമാണ്. അത് ജനങ്ങളുടെ കൂട്ടത്തിലുണ്ടാകും, ജിന്നുകളുടെ കൂട്ടത്തിലുണ്ടാകും. ഖുർആൻ പറഞ്ഞു ഇപ്രകാരം ഞാൻ നബിയെ എല്ലാ പ്രവാചകന്മാർക്കും ആക്കിയിട്ടുണ്ട്. ജിന്നുവർഗത്തിൽ നിന്നും മനുഷ്യവർഗത്തിൽ നിന്നുള്ള ശൈത്താന്മാരെ എല്ലാ പ്രവാചകന്മാർക്കും ഞാൻ ശത്രുവായി വെച്ചിട്ടുണ്ട് നബിയെ എന്ന് ഖുർആൻ പറഞ്ഞത് നമുക്ക് കാണാം. അപ്പോൾ ശൈത്താൻ എന്നുള്ളത് വെറും ജിന്നുവർഗത്തിലുള്ള അല്ല. ശൈത്താൻ എന്ന് പറഞ്ഞാല് ഞാൻ പറഞ്ഞല്ലോ ഹക്കിനെ തൊട്ട് മാറിയവൻ. അത് ഇന്നത്തെ കാലത്തുണ്ട്, എല്ലാ കാലത്തുണ്ട്. ജനങ്ങൾ തെറ്റിദ്ധരിപ്പിക്കുക,
ജനങ്ങളെ കബളിപ്പിക്കുക, കളവ് പറഞ്ഞിട്ട് ജനങ്ങളെ വശീകരിക്കുക, അതുപോലെ മറ്റുള്ള ആളുകളെ കുറിച്ച് കളവ് പ്രചരിപ്പിക്കുക, അതുപോലെ ഇങ്ങനെ തുടങ്ങി ജനങ്ങളെ കൂട്ടത്തിൽ തന്നെ സത്യങ്ങളെ മൂടി വെച്ചുകൊണ്ട്, സത്യങ്ങളെ വളച്ചൊടിച്ചുകൊണ്ട്, ജനങ്ങളുടെ മറ്റുള്ള ആളുകളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട്, ഇതൊക്കെ ശൈത്താന്മാരാണ്. അത് മനുഷ്യവർഗത്തിലെ ശൈത്താന്മാരാണ്. പിശാചവർഗത്തിലെ ശൈത്താന്മാര് എന്ന് പറഞ്ഞാൽ അവരെ നമുക്ക് കാണാൻ കഴിയില്ല. അവർ മനസ്സുകളിൽ ദുർബോധനങ്ങൾ ഉണ്ടാക്കുക നമുക്ക് അറിയാൻ കഴിയില്ല. അതുകൊണ്ട് അത് രണ്ട് ശൈത്താന്മാരെ നമ്മൾ ശ്രദ്ധിക്കണം. അല്ലാഹു തആല നമ്മളെ അവരിൽ നിന്നൊക്കെ കാക്കുമാറാവട്ടെ. ശൈത്താനിന്റെ ശർറ് അത് അല്ലാഹു തആല നമുക്ക് സലാമത്താക്കട്ടെ.